Our hearts beat to the city streets. We began to feel the fire. ഹലോ എവരി വൺ ആൻഡ് വെൽക്കം ബാക്ക്. ഇത് കുറച്ച് നാൾ മുമ്പ് എടുത്തൊരു സൺഡേ വ്ലോഗാണ്. ഇതെടുത്ത ദിവസമായിരുന്നു സൺഡേ സ്കൂൾ അധ്യാപക ദിനം ആചരിക്കുന്നത്. എല്ലാത്തിനും ഉപരി ഞാൻ ഈ പള്ളിയിൽ വരുന്ന ലാസ്റ്റ് സൺഡേ ആണ്. ഞാൻ ഇവിടുന്ന് ഷിഫ്റ്റ് ആവുകയാണ്. ദിവ്യബലിക്ക് മുമ്പ് അധ്യാപകരെ വിദ്യാർത്ഥികൾ ഡാൻസ് കളിച്ച് അവരെ സ്വാഗതം ചെയ്തു. എനിക്ക് നന്നായിട്ട് ഈ ഡാൻസ് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ അത് ഇവിടെ അങ്ങ് അതേപോലെ തന്നെ അങ്ങ് ഇട്ടത്. അത് കഴിഞ്ഞ് ആൾത്താരയുടെ സൈഡിൽ വിളക്ക് വെച്ചിരുന്നു. ആ വിളക്കെല്ലാം അധ്യാപകരും അച്ഛനും കൂടെ എല്ലാം തിരിതെളിച്ച്, അത് കഴിഞ്ഞ് പരിശുദ്ധ കുർബാനയായിരുന്നു. പരിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം അധ്യാപകരെ എല്ലാവരെയും ആദരിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. ഇപ്പോൾ ഉള്ളതും മുമ്പും പഠിപ്പിച്ചതുമായ അധ്യാപകരെ എല്ലാവരെയും ആദരിക്കുകയും ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ്, ഇത്രമാത്രം റിച്ചായിട്ടുള്ള ഒരു ഇടവകയിൽ വികാരിയായി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷവും അഭിമാനമാണ്. എല്ലാവർക്കും സുഖമാണോ? അപ്പൊ ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് ചെറിയ ആശംസ പറയാനാണ്. പക്ഷെ ഞാനൊരു കഥയിലൂടെയാണ് കടക്കാൻ പോകുന്നത്. അതായത് ഒരു ലോക പ്രശസ്തനായ ബ്രസീലിയൻ സാഹിത്യകാരനായ പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ് എന്ന പുസ്തകത്തില് ഒരു സാഹിത്യമെടുത്ത് സെലമിയ രാജാവ് ഒരു കഥ പറയുന്നുണ്ട്. ആ കഥ പ്രകാരമാണ്. അതായത് ഒരു വലിയ മലയുടെ മുകളിലാണ് ആ ജ്ഞാനിയുടെ കൊട്ടാരം. അപ്പം ആ മകൻ 40 ദിവസത്തെ നടന്നാണ് ആ സമയത്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ 40 ദിവസത്തോളം എടുത്ത് ആ കൊട്ടാരത്തിൽ എത്തിച്ചേരാൻ. അപ്പൊ കൊട്ടാരത്തിൽ എത്തിച്ചേർന്ന് അവിടെ ആ ജ്ഞാനി പറഞ്ഞൊരു സന്യാസിയൊന്നും ആയിരുന്നില്ല കേട്ടോ. അപ്പം കൊട്ടാരത്തിൽ എത്തിച്ചേർന്ന് തന്റെ ഊഴം എത്തി, അതായത് 2 മണിക്കൂറോളം എടുത്ത് തന്റെ ചാൻസ് കിട്ടാൻ വേണ്ടി ആ ജ്ഞാനിയുമായിട്ടുള്ള കണ്ടുമുട്ടലിന് വേണ്ടി. അപ്പം കണ്ടുമുട്ടലിന്റെ ആ തന്റെ ഊഴം എത്തിയപ്പോൾ ആ മകൻ തന്റെ വരവിന്റെ ഉദ്ദേശം പറഞ്ഞു. അപ്പൊ ജ്ഞാനി ഒരു സ്പൂണും അതിൽ 2 തുള്ളി എണ്ണയും നൽകിയിട്ട് പറഞ്ഞു, കൊട്ടാരം മുഴുവൻ കണ്ടിട്ട് വരാം. അപ്പൊ ഈ മകൻ ആ 2 സ്പൂണും ആ 2 തുള്ളി എണ്ണയുമായിട്ട് കൊട്ടാരം മുഴുവൻ കാണാൻ പോയി. എങ്കിലും ആ മകന് ഒന്നും കാണാൻ സാധിച്ചില്ല, കാഴ്ചകളൊന്നും കാണാൻ സാധിച്ചില്ല. കാരണം കയ്യിലുണ്ടായിരുന്ന ആ 2 തുള്ളി എണ്ണ പോകുമോ എന്ന ചിന്തയിലായിരുന്നു. അപ്പൊ ആ മകൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തൊക്കെയാണ് കണ്ടത്? അപ്പൊ ആ മകൻ പറഞ്ഞു, ഞാൻ ഒന്നും കണ്ടില്ല, കാരണം എന്റെ കൈവശം ഉണ്ടായിരുന്ന എണ്ണ പോകുന്ന പേടിയായിരുന്നു. അപ്പൊ പിന്നീട് 2ാം ഘട്ടവും ആ ജ്ഞാനി ഈ സ്പൂണും 2 തുള്ളി എണ്ണയുമായിട്ട് ആ മകനെ കൊട്ടാരം മുഴുവൻ ചുറ്റിക്കാണാൻ വിടുകയാണ്. അപ്പൊ ആ സമയത്ത് ഈ 2ാം പ്രാവശ്യം ആ മകനൊന്നും ആ എണ്ണയെ കുറിച്ച് ചിന്തിക്കുന്നില്ല. പിന്നീട് എല്ലാം ചുറ്റിക്കണ്ട് വരികയാണ്. എന്നിട്ട് ജ്ഞാനിയോടെ എല്ലാ വിശേഷങ്ങളും പറയുന്നു. അതിനുശേഷം ജ്ഞാനി ചോദിക്കുന്നുണ്ട്, നിന്റെ കയ്യിലുണ്ടായിരുന്ന എണ്ണ എവിടെ? അപ്പോഴാണ് ആ മകൻ ശ്രദ്ധിക്കുന്നത്, തന്റെ സ്പൂണിലുണ്ടായിരുന്ന എണ്ണയില്ല, ആ സ്പൂണിന്റെ ശൂന്യമാണ്. അപ്പൊ ഞാനൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ലോകസുഖങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം നമ്മൾ ആസ്വദിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ എണ്ണ ഒരിക്കലും മറക്കാൻ പാടില്ലായിരുന്നു.
അതായത് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതമാർഗ സ്കൂളിൽ 2 തുള്ളി എണ്ണയാണ് ദൈവം. അപ്പൊ നമ്മൾ ആ ദൈവത്തെ നമ്മുടെ സൗഭാഗ്യങ്ങളും നമ്മുടെ സുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അല്ലെ. ഇന്ന് മതബോധന അധ്യാപനം ചെയ്യുന്നതും അത് തന്നെയാണ്. അതായത് 2 തുള്ളിയാകുന്ന യേശുവിനെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന അധ്യാപകരൊക്കെ ആശംസാ പ്രസംഗവും വിദ്യാർത്ഥികൾ ആശംസാ പ്രസംഗമൊക്കെ പറഞ്ഞ് അതിനുശേഷം ഈ കുഞ്ഞു മോൻ്റെ ഒരു പാട്ടുണ്ടായി. അത് ഞാൻ അതുപോലെ ഇവിടെ ഇടുവാണ്. ലാസ്റ്റ് മുതിർന്ന അധ്യാപകർ, റിട്ടയർ ആയവർ, ഏറ്റവും കൂടുതൽ കാലം സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരെ 3 പേരുണ്ടായി. അവരെ 3 പേരെയും ആദരിച്ചു. പൊന്നാട അണിയിച്ച് അവരെ ആദരിച്ചു. അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന ബാക്കിയുള്ള അധ്യാപകരെ എല്ലാവർക്കും പൂച്ചെണ്ടുകൾ നൽകിക്കൊണ്ട് അവരെ ആദരിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം എന്താ കാണുന്നവർക്കും മനസ്സിനൊരു സന്തോഷം, അതുപോലെ നമുക്കും ഇങ്ങനെയൊക്കെ അനുമോദനങ്ങൾ ലഭിക്കുമ്പോഴത്തേക്ക് ഈ അനുമോദനം ലഭിക്കുന്നവർക്ക് നല്ല സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ ഇത് കണ്ടിരിക്കുന്ന നമുക്കും നമ്മുടെ ഉള്ളിലും ഒരു ചിന്ത ഉണ്ടാകും. മുതിർന്നു വരുമ്പോൾ നമുക്കിങ്ങനെ അധ്യാപകരാകണം, സൺഡേ സ്കൂളിൽ അധ്യാപകരായിട്ട് പോകണം എന്നൊക്കെയുള്ള മൂല്യവത്തായ നല്ല ചിന്തകൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടും. എന്തായാലും വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം പുതിയൊരു വ്ലോഗായിട്ട് വരുന്നത് വരെ ലവ് യു ഓൾ. താങ്ക് യു.